നമസ്കാരം. എൻ്റെ പേര് റഹ്മാൻ. എൻ്റെ വീട് തൃത്താലക്കടുത്ത് മേഴത്തൂരാണ്. ഇന്ന് കുറച്ച് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നമുക്ക് വീടിനെക്കുറിച്ച് അറിയാം, പറയാം, മനസ്സിലാക്കാം. എല്ലാവർക്കും വീടെന്നുള്ള സ്വപ്നമുണ്ടാവും. അതുപോലെ എനിക്കും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു പുതിയൊരു വീട് വെക്കണമെന്ന്. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സുഹൃത്ത്, വഴികാട്ടിയായ ബാബുക്കാടാണ് ഞാൻ ആദ്യം പങ്കുവച്ചത്. റൂഫ് ഇന്ത്യ ബിൽഡേഴ്സ് സ്ഥാപകനാണ്. അപ്പോൾ അദ്ദേഹമാണ് വീട് വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്ലാനും എനിക്ക് തന്നത്. പിന്നെ ഒരു നിമിത്തമായി 10 മാസം കൊണ്ട് ആ വീട് അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ തന്നെ ഉടനടി എനിക്ക് നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. 4 ബെഡ്റൂമുകളും അതുപോലെ തന്നെ ഒരു കിച്ചൺ, ലിവിങ് റൂം, ഒരു കോർട്ട്യാർഡ്, ഒരു പ്രാർത്ഥന മുറി അടങ്ങിയതാണ് ഈ വീടിൻ്റെ ഉൾവശം. നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് വീട് കാണാം. ഇത് ലിവിങ് റൂം. ലിവിങ് റൂം, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം, അതേപോലെ തന്നെ ഒരു ഡ്രസ്സിങ് റൂമാണിത്. അറ്റാച്ച് ബാത്റൂം. ടി വി യൂണിറ്റ് ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ്. പിന്നെ ഏകദേശം ഇതൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് ഈ ഒരു സെറ്റ് തേക്ക് പണി ചെയ്യിച്ചാണ്. തേക്കാണ് ഇത് മുഴുവനുള്ളത്. പിന്നെ അടുക്കളയാണ്. അടുക്കളയ്ക്ക് വരികയാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് ഒരു ചെറിയ സംഭവമായിട്ട് മാറ്റി ചെറിയൊരു അടുക്കള. ഇതിലെല്ലാം മിഷനറീസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കബോർഡുകൾ ഒന്നും ഇങ്ങനെയുള്ളത്, പിന്നെ ഇവിടെയുള്ളത് ഓരോ കാര്യങ്ങളായിട്ട്. ഇതാണ് കബോർഡുകൾ മുഴുവൻ വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ മൾട്ടിവുഡിലാണ്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു അടുക്കളയാണുള്ളത്. അടുക്കള ഗ്യാസ് മാത്രം ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കി ഉള്ളത് വർക്ക് ഏരിയയാണ്. ഇത് വർക്ക് ഏരിയ ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ വെച്ചുണ്ടാക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് ആയിട്ട് അവസാനം ഒരു വർക്ക് ഏരിയയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് പ്രയർ റൂമാണ്. കുറച്ച് ഒരു 4-5 പേർക്ക് ഒരുമിച്ച് ഇരുന്ന് നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, മക്കൾക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ കോർട്ട്യാർഡ് എന്നുള്ളത്. നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ആശയം വന്നപ്പോൾ തന്നെ അതിനനുസൃതമായി ചെലവ് ചുരുക്കിക്കൊണ്ട് ഉള്ള മെറ്റീരിയൽ കൊണ്ട് നല്ല ഭംഗിയാക്കി എനിക്ക് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാനുള്ളൊരു സംഭവമാക്കി തന്നിട്ടുണ്ട്. ഇതിവിടെ ചിത്രമൊക്കെ വരച്ചത് നമ്മുടെ ഒരു കൂട്ടുകാരൻ രതീഷ് എന്ന്, കറുവത്തൂരുള്ള രതീഷാണ്. ഇവിടെയാണ് എപ്പോഴും വന്നിരിക്കാറ്. അതോടൊപ്പം തന്നെ വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ചായ കുടിച്ച് ഇവിടെ ഇരിക്കുക ഒരു മനസ്സിൻ്റെ സുഖമുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇനി ഇവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. അത് ഉപ്പാടി ബെഡ്റൂമാണ്. ഇവിടെ ഏകദേശം എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള റൂമാണുള്ളത്. ഇവിടെയാണ് ബാത്റൂം ഉള്ളത്. ബാത്റൂം ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാത്റൂം.
പിന്നെ സ്റ്റെയർ കേസാണ് നമുക്ക് എന്താ പറയുക ഒരു സിമ്പിളായി ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം സിമ്പിൾ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് മരമാണ്, ബാക്കി അതിൻ്റെ പിന്നെ GA പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ഗ്ലാസും അതേപോലെ തന്നെ തേക്കിൻ്റെ ഫിനിഷിങ്ങാണ് ചെയ്തിട്ടുള്ളത്. തേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മരം തന്നെയാണ്. ഓക്കെ, പിന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലൈബ്രറി സെറ്റ് ചെയ്താണ്. അധികം ഉപ്പയുടെ ബുക്കുകളാണ് കാര്യങ്ങളായിട്ടുള്ളത്, ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ മേലെ കാണുന്നത് ഉപ്പാക്ക് കിട്ടിയ ട്രോഫികളാണ്. പഴയ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ കൊള്ളില്ല, ഒരുപാട് ഉപ്പാക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായ കിട്ടിയ കുറേ ഉപഹാരങ്ങളും അതേപോലെ തന്നെ ഉപ്പാക്കുള്ള സ്നേഹോപഹാരങ്ങളാണ്. ഉപ്പ അധ്യാപകനാണ്, ഉപ്പാക്ക് ഒരുപാട് കിട്ടിയ മികവിൻ്റെ അംഗീകാരങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് റൂം, ഫാമിലി ലിവിങ് റൂം. കുട്ടികൾ അതേപോലെ തന്നെ TV കാണുക, കുട്ടികൾക്ക് ഗെയിം കളിക്കുക, അങ്ങനത്തെ ഒരു ചെറിയൊരു ഏരിയ ആയിരിക്കുക. ഇവിടെയാണ് പരമാവധി കളികൾ കാണുക, ഫുട്ബോൾ കാണുക, ക്രിക്കറ്റ് കാണുക, എല്ലാം ഇവിടെ. പിന്നെ അത് പുറത്തേക്കുള്ള ചെറിയൊരു ബാൽക്കണി, നമുക്ക് അലക്കിയിട്ട് ഇടാനുള്ളതും ചെറിയൊരു സ്പേസ് മാത്രം. പിന്നെ ഇതിൻ്റെ മുന്നിലുള്ളത് ഒരു വലിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ വിശാലമായ പുറത്തേക്ക് കാണാനുള്ളൊരു സൗകര്യം മാത്രമാണ്. ഇവിടെ ഇരുന്ന് വൈകുന്നേരം ചായ കുടി, അതേപോലെ തന്നെ രസമായിട്ട് ഇരുന്ന് വർത്താനം പറയാം. ഇതാ പുറത്തേക്ക് ഇരുന്ന് കാണുക, ഒരു സൗകര്യം. ഇനി നമ്മുടെ ബെഡ്റൂമിലേക്ക്, മാസ്റ്റർ ബെഡ്റൂമാണ്. അയൺ ചെയ്യാനുള്ളൊരു ടേബിള്, പിന്നെ അതേപോലെ തന്നെ ബെഡ് കാര്യങ്ങൾ. ഇത് ഡ്രസ്സിങ് ഏരിയ ആണുള്ളത്. ഇതാ ബെഡ്റൂമിലെ നേരിട്ട് വന്നാൽ നമ്മുടെ ഡ്രസ്സിങ് റൂം, മേക്കപ്പ് ചെയ്യാനുള്ളത്, അതേപോലെ തന്നെ ഡ്രസ്സിങ് റൂം. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണുള്ളത്. ഒരു പുറത്തേക്കുള്ളൊരു ചെറിയൊരു ഏരിയയാണ്. ഇവിടെ അലക്കിട്ടതാണ്, അലക്കാനുള്ളൊരു സ്ഥലം മാത്രം അലക്കിട്ടത്. ഇവിടെ പ്രധാന ഏരിയ എന്ന് പറഞ്ഞത് ഒരു ബാൽക്കണി കൂടി ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വിശാലമായിട്ടുള്ളത് സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കാണാം. കോട്ടിയാടിൻ്റെ ഈ അറ്റത്ത് ഒരു ബെഡ്റൂം, കുട്ടികളുടെ ബെഡ്റൂമാണ്. നമ്മുടെ കിഡ്സ് റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 2 മക്കളാണ്, 2 മക്കളുടെ ബെഡ്റൂമാണിത്. അതുപോലെ തന്നെ അവരെ ഡ്രസ്സുകൾ, വാർഡ്രോബുകൾ, പിന്നെ ബാത്റൂം ഇവിടെ തന്നെയാണ്. ബാത്റൂമിലേക്കുള്ള എൻട്രി ഇതവിടെ ഒരു ഡോർ വെച്ചിട്ട് അതിലേക്കുള്ള ഒരു ഡോർ ഇവിടെ ഉണ്ട്. ഇത് കുട്ടികളുടെ ബാത്റൂം. ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബുകൾ, കട്ടിലുകൾ, അതേപോലെ തന്നെ ഈ സ്റ്റോറുകളൊക്കെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് CNC കട്ടിംഗ് ആണ്. പുറത്തുനിന്നുള്ള വെളിച്ചവും കാറ്റൊക്കെ യഥേഷ്ടം കിട്ടുന്നുണ്ട്, നല്ല സുഖമാണ്. ഇത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വന്ന് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സന്തോഷമുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഈ വീട് നിർമ്മിക്കുമ്പോൾ ഒരു ടെൻഷനും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം വീട് നിർമ്മാണത്തിനുള്ള മെറ്റീരിയൽസോ അതൊക്കെ റൂഫിൻ്റെ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബാബുക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്ത് പറയും, നനക്കാൻ പോലും എനിക്ക് ആവശ്യം വന്നിട്ടില്ല വീടിന്. കാരണം നനക്കാനും എല്ലാ കാര്യങ്ങളും. അതിനിടയിൽ ഞാൻ 2 പ്രാവശ്യം വിദേശത്തേക്ക് പോയി. അപ്പോഴൊക്കെ ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ധൈര്യമായിട്ട് പോയി പോകുന്ന പറഞ്ഞത്. കാരണം ഒന്ന് ലോകകപ്പ് കാണാനാണ്, ഒന്ന് ഉംറ ചെയ്യാനാണ് പോയിട്ടുള്ളത്. ഈ 2 ഭാഗത്തും ഇവിടെ വീടിൻ്റെ പണിക്ക് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. 10 മാസം കൊണ്ട് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെല്ലാ കടപ്പാടും നന്ദിയും റൂഫ് ഇന്ത്യ ബിൽഡേഴ്സിനോടും ബാബുക്കാരോടും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി.